അഡ്വക്കേറ്റ് സക്കറിയല്ലേ? സത്യനാഥ, നാളെ രാവിലെ ഒന്ന് കാണണം. ചില ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു ഡൈവേഴ്സ് പെറ്റീഷനും. അതെ, മ്യൂച്വൽ കൺസെന്റ്. നാളെ വൈകുന്നേരം വരെ നിനക്കൂടെ കഴിയാം. ഈ നിമിഷം തന്നെ ഇറക്കി വിടേണ്ടതാ. പക്ഷേ ഇത്രയും സാവകാശം ഔദാര്യത്തിനല്ല. ഞാൻ അറിഞ്ഞും അറിയാതെയും എന്റെയും സുന്ദുന്റെയും പലതും ഇപ്പൊ നിന്റെ പേരിലാണ്. ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള റിവോക്കബിൾ പവർ ഓഫ് അറ്റോർണി മാറ്റി എഴുതണം. അതിന് ഐ നീഡ് സം ടൈം. ഒരു ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല. എന്നോട് ഒരിക്കലും ഒരു തെറ്റ് അത് ആർക്കും പറ്റും. എല്ലാം അറിഞ്ഞിട്ടും നീ അത് തിരുത്തുമെന്ന് കരുതിയാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ശരി, പോട്ടെ. ശ്രുതി ഇല്ലെങ്കിലും അച്ചായന്റെ ആൽബം മനോഹരമാവണം. ശ്രുതി മാറുന്ന ആൽബം എങ്ങനെ നന്നാവണം. ആ കിച്ചു, കോട്ടേജിൽ എന്റെ ഗിറ്റാറുണ്ട്. അതിന് കിച്ചുന് എന്റെ ഒരു സമ്മാനം. ലക്ഷ്മി, ആലോചിക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോ ഈ ശ്രുതിയെ കുറിച്ച് ആലോചിക്കണം. നല്ല രസമുണ്ടാവും. രസിക്കാൻ ഞാൻ എന്താവില്ല, കരച്ചിലായിരുന്നു ഇപ്പൊ കൂടെ. ഡ്രം ബീറ്റ്സ് ഹാർട്ട് ബീറ്റ്സ് പോലെയാണെന്നല്ലേ അൻവർ എപ്പോഴും പറയാറ്. ശരിയാ, എന്റെ ഹാർട്ട് ബീറ്റ്സിന്റെ താളം തെറ്റിത്തുടങ്ങി. ഇല്ല, ശ്രുതിയുടെ താളം ഒരിക്കലും തെറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല അൻവർ, എല്ലാം തെറ്റിപ്പോയി. എല്ലാം ഒരു തോന്നല. ചിലപ്പോ അപശ്രുതി നന്നായിരിക്കും. അത് നേരെ. മനസ്സിൽ അപശ്രുതിയുമായി ശ്രുതി പാടിയ ആ പാട്ടാ എന്റെ ആൽബത്തിലെ ആദ്യത്തെ പാട്ട്. മോൾ ഇനിയും പാടണം. ഇല്ല ചയ, ശ്രുതി ഇനി പാടില്ല. അരുത്, ഇനി ഒരിക്കലും എടുത്തയാടി ഒന്നും തീരുമാനിക്കരുത്. എല്ലാം ശരിയാകും. ശരിയാക്കും. ഈ ഡൊമിനിക് അച്ചായനാ പറയണേ. ഈ ആൽബം നമ്മൾ ഇറക്കും. പേര് ശ്രുതി സാന്ദ്ര എന്നല്ല, ശ്രുതി. എന്താ, നല്ല പേരല്ലേ? ആ മോളിപ്പോ പോ, ഞങ്ങൾ വന്ന് കണ്ടോളാം. ജിജോ, വീട് വരെ വരണം, അത്യാവശ്യം. സോറി, ഇപ്പൊ പറ്റില്ല. ഞാൻ ആകെ അപ്സെറ്റാ. അതിലും അപ്സെറ്റാ ഞാൻ. പ്ലീസ് ജിജോ, നീ വിളിച്ചപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ നീ വരില്ല അല്ലേ? പ്ലീസ് പ്ലീസ് ലീവ് മീ അലോൺ. എടീ, കുട്ടിക്കാലം തീരാമേ നിനക്ക് അറിയത്തില്ല. കാശ് തന്നില്ലെങ്കിലേ എന്നും പറയും പോലെ അല്ല. സത്യനകന്ന് വരുമ്പം ഞാൻ എല്ലാം പറയും. പേടിപ്പിക്കുക? നീ പേടിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കാശും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഇല്ലേ ഇന്നത്തോടെ ഇവിടത്തെ നിന്റെ സുഖവാസം അവസാനിപ്പിക്കും. അല്ലേലും നിന്റെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവന്ന കാശല്ലല്ലോ. തള്ളേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത്. ഓ പിന്നെ നീ എന്നാ ചെയ്യും? കൊല്ലോ? നീ അതിനും മടിക്കില്ലെന്ന് എനിക്കറിയാം. എണിറ്റ് നടക്കാൻ മേലാണ്ട് കിടന്ന സിന്ധു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നവളല്ലേ നീ? അതുപോലെ എന്തെങ്കിലും വേലത്തന എടുക്കാനാണ് ഭാവമെങ്കിലേ നിനക്കാള് തെറ്റിപ്പോയി മോളെ. സിന്ധു കുഞ്ഞിന് അവളുടെ അപ്പം കൊടുത്ത സ്വത്തും പണവും ആ പാവം തളർന്നു കിടക്കുമ്പം വിരൽ അടയാളം പതിപ്പിച്ച് നീ മാറ്റി മറിച്ചില്ലേ? നിന്റെ ചതി അറിഞ്ഞ് നിന്നോട് ചോദിച്ച അന്നല്ലേ ആ പാവത്തിന് ശ്വാസം മുട്ടിച്ച് നീ കൊന്നത്? സാന്ദ്രമ്മ, മമ്മിക്ക് എന്താ? ഒന്നുമില്ല മോളെ, മമ്മിക്ക് ശ്വാസം മുട്ടില്ല. സാന്ദ്രമ്മ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുക. മോള് പോയി കളിക്ക. മോള് ചെല്ല്, പോയി കളിക്ക. അയ്യോ,
എനിക്ക് 3 പെമ്പിള്ളാരായിപ്പോയി. അല്ലേലും നിന്റെ വാക്കും കേട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ എല്ലാം പറയും. അല്ലേലും ചോദിച്ച കാശുതാ 50,000. ഇന്നെന്റെ കയ്യിൽ അത്രയും പണമില്ല. 2 ദിവസം കഴിഞ്ഞു വാ. അത് കാര്യം. എന്നാ ദീനാമ പോയേച്ചു വരാം. തുക ഇരട്ടിയായിട്ട് കരുതി വെച്ചാ മതി. ഈശോയെ, ഈ പാവത്തിന് കൂട്ടി നിൽക്കുന്ന എന്നോട് പൊറുക്കേണമേ. ഹലോ ജിജു പ്ലീസ്, എനിക്ക് ഉടനെ ജിജുയെ കാണണം. എന്താ? പറയാം, വേഗം വരണം. ഇല്ലെങ്കിൽ ഇനി എന്നെ കാണാൻ കഴിയില്ല. ആ, ഞാൻ വരാം. ശനിയാഴ്ച വൈകിട്ട് മാത്രം 2 പെക്ക് അടിച്ചോണ്ടിരുന്ന താൻ ഇപ്പൊ എത്രയാണെന്നറിയോ? നേരവും കാലവും ഒക്കെ തെറ്റി. അച്ചായ, എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ അവളോട് ഞാൻ എന്താ പറയാ? ഒന്നും പറയണ്ട, ഇതൊന്നും അവൾ അറിയരുത്. അവൻ വീട്ടിലേക്കല്ല. കുറച്ച് കഴിയട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാനില്ല, ഒക്കെ തുടങ്ങി വെച്ചൊരു സാക്ഷിയായതാ. ഇനിയല്ല അവസാനിപ്പിക്കാൻ കൂടി ഞാനില്ല. അവളുടെ മുഖം എനിക്കിനി കാണണ്ട. മാത്രമല്ല 2 മണിക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം. വേഗം കഴിച്ചിട്ട് എഴുന്നേക്കാൻ നോക്ക്. അച്ചായും പോയിക്കോ, കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ ഇരിക്കും. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കാണാം. ഇനി കഴിക്കരുത്. ഇല്ല അച്ചായ, ചെല്ലേ. ബൈ ബൈ. അയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് കൊടുത്തേക്ക്. നമുക്ക് ഈ സ്വത്തും പണം ഒന്നും വേണ്ട. വേണം, ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. ഞാൻ ഇതൊന്നും വിട്ടുകൊടുക്കില്ല. അതിന് ജിജോയുടെ സഹായം എനിക്ക് വേണം. ജിജോ കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോണേ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? സത്യനാഥന്റെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങരുത്. ഇനിയുള്ള കാലം ജിജോയുടെ കൂടെ കഴിയേണ്ടവളാണ് ഞാൻ. ഇത്രയൊക്കെ ആയിട്ടും ജിജോ ഞാനവിടെ പ്രതീക്ഷിച്ചില്ല. ഇനിയുള്ള കാലം ഒരുമിച്ച് കഴിയാൻ പോകുന്നവരല്ലേ. നന്നായി, ഇവളെവിടെ അനാഥയായി ഇറക്കിയവിടുണ്ടല്ലോ. പോകുന്നതിന് മുമ്പ് ഈ പേപ്പേഴ്സിൽ മുഴുവൻ ഒപ്പിടണം, എല്ലാ പേജിലും. മമ്മി ശ്വാസം പൊട്ടിച്ച് കൊന്നതാ സാന്ദ്രാമ്മ. മോള് കരയണ്ട.